എമിറേറ്റ്സ് ഗ്രൂപ്പ് 22.7 ബില്യൺ ദിർഹത്തിന്റെ ലാഭമാണ് കഴിഞ്ഞ വർഷം നേടിയത്. അതെ, 2024-25 ഫിനാൻഷ്യൽ ഇയറിലാണ് ഈ ഒരു റെക്കോർഡ് നേട്ടം ഉണ്ടാക്കിയത്. തുടർച്ചയായ മൂന്നാം തവണ വേൾഡ്സ് മോസ്റ്റ് പ്രോഫിറ്റബിൾ എയർലൈൻസ് കമ്പനി എന്ന ഖ്യാതി ദുബായിയുടെ സ്വന്തം എമിറേറ്റ്സ് ഗ്രൂപ്പിന് തന്നെയാണ്. നിങ്ങളിൽ എത്ര പേർ എമിറേറ്റ്സ് എയർലൈൻസിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇതോടെ കൂടെ തന്നെ ഈ വർഷം 22 വീക്സിന്റെ സാലറി ബോണസായി നൽകുമെന്നാണ് അവർ അറിയിച്ചത്. കഴിഞ്ഞ വർഷം 20 ആഴ്ചയുടെ സാലറി ആയിരുന്നു ബോണസായി നേടിയത്. ഇതൊന്നും യാദർശികമല്ല, മറിച്ച് കഷ്ടപ്പാടിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും അതേപോലെ അഡ്വാൻസ്ഡ് ടെക്നോളജിയും അതേപോലെ തന്നെ ദുബായിയുടെ ആൾക്കാർ തന്ന പിന്തുണകളും കൂടെ നേടിയെടുത്താണ് എന്നാണ് എമിറേറ്റ്സിന്റെ CEO പറഞ്ഞത്. 1985 വെറും 2 ഫ്ലൈറ്റ്സ് കൊണ്ട് തുടങ്ങി ഇന്ന് 2025 ആവുമ്പോഴത്തേനും ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് ആയ എയർബസ് 380 അതേപോലെ തന്നെ ബോയിങ് 777 ഒക്കെയാണ് ലോകത്തിന്റെ പലയിടത്തേക്കും ഇന്ന് പറത്തുന്നത്. 85 രാജ്യങ്ങളിലായി 300-ൽ പരം ഡെസ്റ്റിനേഷനിലേക്കാണ് എമിറേറ്റ്സ് ഇന്ന് പറക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 53 മില്യൺ ആൾക്കാരാണ് എമിറേറ്റ്സിൽ യാത്ര ചെയ്തിട്ടുള്ളത്. വരും നാളുകളിൽ ഇനിയും ഒരുപാട് അഡ്വാൻസ് ടെക്നോളജി AI ഒക്കെ ഉൾപ്പെടുത്തും എന്നാണ് അവർ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തിലുള്ള എയർലൈൻസ് എന്നും നഷ്ടക്കച്ചവടങ്ങളാണ് മാത്രമാണ് പറയുന്നത്. ഓരോ ദിവസവും നഷ്ടക്കച്ചവടം മാത്രം പറയുന്ന നമ്മുടെ എയർലൈൻസ് ഇവയുടെ സ്വന്തം എമിറേറ്റ്സിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കേണ്ടതുണ്ട്.